എല്ലാവർക്കും മോംസ് ബെസ്റ്റ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എഗ്ഗ് പെപ്പർ മസാല ആണ്. ഇതിന് വേണ്ടിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ഈ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാനൊരു 9 മുട്ട പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് വേണ്ടിയ സാധനങ്ങൾ ഒരു 2 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു 4 സവാള കനം കുറഞ്ഞ് അരിഞ്ഞിട്ടുണ്ട്, ഒരു 3 പച്ചമുളക്, ഒരു കുടം വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഇത്രയും അരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ടി മസാലപ്പൊടികൾ: മല്ലിപ്പൊടി, പെരിഞ്ജീരകം പൊടി, കുരുമുളക് പൊടി. ഇത് നമുക്ക് ഇനി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ കടുക് ഇടാം. ഇവിടെ കടുക് പൊട്ടി വന്നു. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇട്ട് വഴറ്റുക. ഇതിലേക്ക് ഞാൻ ശകലം ഉപ്പ് ഇടുക, സവാള വഴന്നു വരാൻ. ഇതിലേക്ക് നമ്മൾ ആ വെളുത്തുള്ളി പൊളിച്ച് വെച്ചത് ഇട്ടു, ഈ പച്ചമുളക്, പിന്നെ ഇഞ്ചി. ഇനി നമുക്ക് ഇത് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 2 തണ്ട് കരിയാപ്പല ഇടുക. ഇതിലേക്ക് തക്കാളി എടുത്ത് വെച്ചിരുന്നു, അത് നമ്മൾ ചേർക്കുക. ഉള്ളി വഴന്നു വന്നതിന് ശേഷം വേണം തക്കാളി ഇടാൻ. ഇതിനാവശ്യത്തിനുള്ള ഉപ്പിടണം. ഇത് ചെറിയ തീയിൽ വെക്കണേ. ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം. ഇത് നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനാവശ്യമായ പൊടികൾ ചേർക്കാം. 2 സ്പൂൺ മല്ലിപ്പൊടി, ഇതിന് കൂടുതൽ കുരുമുളക് പൊടിയാണ് വേണ്ടത്. 2 സ്പൂൺ കുരുമുളക് പൊടി. ഇനി പെരിഞ്ജീരകം പൊടിച്ചതാണ് ഇടാൻ പോകുന്നത്, അത് 1 സ്പൂൺ. ലേശം മഞ്ഞൾപ്പൊടി. ഇതിൻ്റെ എല്ലാം പച്ചപ്പ് മാറാൻ നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം. പൊടിയുടെ പച്ചപ്പ് മാറും. മസാല എല്ലാം മൂത്ത് വന്നു. നമ്മൾ ഇതിലേക്ക് ലേശം ചൂടുവെള്ളം ഒഴിക്കുക. നമ്മളിത് ഒത്തിരി ചാറാക്കുന്നില്ല, നമ്മൾ ചെറിയൊരു ഗ്രേവിയിൽ പെരണ്ടിരിക്കുന്ന പോലെയാണ് എടുക്കുന്നത്. ഈ മുട്ട നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കണേ. ആ മസാലയ്ക്കകത്ത് ഇടുമ്പോൾ ഇതിന് മസാല പിടിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ഗ്രേവി തിളച്ച് വന്നേ. ഇതിലേക്ക് നമ്മൾ മുട്ട പെറുക്കി ഇടുക. നമുക്ക് ഈ മുട്ട ഈ ഗ്രേവി കൊണ്ട് മൂടി വെക്കാം. ഇത് നമുക്ക് 2 മിനിറ്റ് മൂടി വെച്ച് ആവി കയറ്റാം. നമുക്ക് ഇതിലേക്ക് 2 തണ്ട് കരിയാപ്പലയും കൂടെ ഇടാം. ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഓഫാക്കാം. അങ്ങനെ ഇന്ന് നമ്മുടെ എഗ്ഗ് പെപ്പർ മസാല റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടമായാൽ നിങ്ങൾ ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. എല്ലാവർക്കും നന്ദി.